നമസ്കാരം എല്ലാവർക്കും. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇന്നിങ്ങനൊരു പ്രസ് മീറ്റിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറായിട്ടുള്ളത്. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ അമ്മയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്പോക്ക് പേഴ്സൺ അല്ല. പക്ഷേ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ആയിട്ട് ശ്രീമതി അൻസിബ ഹസൻ എന്ന ഞങ്ങളുടെ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, അതായത് ഞങ്ങളുടെ ജോയിന്റ് സെക്രട്ടറിയുടെ രാജിയെ തുടർന്ന് ഉണ്ടായ കേരള സമൂഹം പല രീതിയിലും പല വ്യാഖ്യാനങ്ങളും അതിന് കൊടുത്ത് ആ കുട്ടി തന്നെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പല കാര്യങ്ങളും ഞങ്ങൾ അംഗങ്ങൾക്കെതിരെയൊക്കെ ഉന്നയിച്ചുകൊണ്ട് പല വാർത്തകളും ഞങ്ങൾ വാർത്താ ചാനലുകളിൽ കണ്ടു. അപ്പോൾ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നിങ്ങളോട് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ഇന്ന് ഇങ്ങനൊരു പ്രസ് മീറ്റിന് തയ്യാറായിരിക്കുന്നത്. കാരണം അൻസിബ ഹസനെതിരെ വ്യാജ കേസ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ വനിതാ എക്സിക്യൂട്ടീവ് അംഗം വേറെ ആരുമല്ല, അത് അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ലക്ഷ്മിപ്രിയ എന്ന ഞാനാണ്. അത് കൊടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഡിസംബർ 10 എന്റെ ഫോണിലേക്ക് ശ്രീമതി അൻസിബ ഹസൻ ഒരു മെസ്സേജ് അയച്ചിരുന്നു. ഞാനിവിടെ കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ ചെറിയ പ്രായത്തിൽ വിവാഹിതയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്റെ കുടുംബത്തിൽ എന്റെ ഫോൺ എന്ന് പറയുന്നത് നമ്പർ ലോക്കുകളോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ലോക്കുകളോ ഉള്ളതല്ല. എനി ടൈം എന്റെ ഹസ്ബൻഡിനോ എന്റെ മകൾക്കോ എന്റെ സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നാൽ അവർക്കോ ആക്സസ് ചെയ്യാൻ പാകത്തിൽ ഓപ്പൺ ആയിട്ടാണ് എന്റെ ഫോൺ എപ്പോഴും വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡിസംബർ 10 രാത്രിയിൽ അൻസിബ ഹസൻ എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജിന് മറുപടിയായിട്ട് എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അൻസിബ എന്താണ് ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്ന് ചോദിച്ച് ഞാൻ ആ കുട്ടിയെ വിളിക്കുമ്പോൾ ഐ വിൽ കോൾ യു ലേറ്റർ ചേച്ചി, ഐ ആം ഇൻ എ വർക്ക് എന്ന് പറഞ്ഞിട്ടാണ് രാത്രി 11 മണിക്ക് എന്റെ അടുത്ത് അൻസിബ ഹസൻ റെസ്പോണ്ട് ചെയ്യുന്നത്. അതിനുശേഷം പല ആവർത്തി ഞാൻ ഈ മോളെ പല പ്രാവശ്യം വിളിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അൻസിബയെ ഞാൻ എന്റെ ഒരു അനിയത്തിയെക്കാട്ടിലും വാത്സല്യത്തോട് കൂടിയിട്ടാണ് ഇപ്പോഴും എനിക്ക് ആ മോളുടെ അടുത്ത് ഇത് പറയുന്ന ഈ നിമിഷവും എനിക്ക് യാതൊരു വിധത്തിലുള്ള വ്യക്തി വൈരാഗ്യമോ മറ്റേതെങ്കിലും തരത്തിലുള്ള പരാതിയോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഷമോ ഒന്നും എനിക്ക് ആ കുട്ടിയോടില്ല. എന്റെ മകൾക്ക് 10 വയസ്സേ ആയിട്ടുള്ളൂ. ഏജ് കൊണ്ട് അൻസിബ എന്റെ മകളാകാനുള്ള ഒരു പ്രായമൊന്നും ആയിട്ടില്ലെങ്കിലും അൻസിബയും ഞാനും തമ്മിൽ ആ ഒരു എന്താ പറയാ, അൻസിബയുടെ അമ്മയെ പോലെ അൻസിബയെ കൺസിഡർ ചെയ്യുന്ന സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. അപ്പോൾ പല ആവർത്തി എപ്പോഴും എന്റെ വീട്ടിൽ വരാറുള്ള കുട്ടിയാണ്. ഞങ്ങൾ ഒരുമിച്ച് പുറത്തു പോകാറുണ്ട്. എന്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു അൻസിബ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പല ആവർത്തി അൻസിബയുടെ അടുത്ത് പറഞ്ഞു, അൻസിബ ഇതെന്താണ് ഈ മെസ്സേജ് അയക്കാനുള്ള ഒരു റീസൺ എന്ന് എന്റെ അടുത്ത് പറയണം എന്ന് ഞാൻ പല ആവർത്തി ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എന്റെ ഹസ്ബൻഡ് ഈ മെസ്സേജ് ഇത് വായിക്കുകയും അദ്ദേഹം വളരെ പാനിക് ആവുകയും അതിനെ തുടർന്ന് ഒരു കുടുംബമല്ലേ, കുടുംബമായിട്ട് ജീവിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, എന്റെ വീട്ടിൽ ഈ മെസ്സേജിനെ ചൊല്ലി പല പ്രശ്നങ്ങളും ഉടലെടുക്കാൻ അത് കാരണമാകുന്നു എന്ന ഘട്ടത്തിൽ ഞാൻ അൻസിബയോട് ശ്രീനിയേട്ടൻ മരിച്ചു കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ പോലും ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞിരുന്നു, അൻസിബ എന്റെ വീട്ടിലേക്ക് വരണം, മോള് ജയശേട്ടനെ കണ്ട് ഇത് സംസാരിക്കണം, ഇല്ലെങ്കിൽ അൻസിബ ഹസ്ബൻഡിന്റെ അടുത്ത് ഫോണിലെങ്കിലും ഈ വിഷയം സംസാരിക്കണം, എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതിനൊന്നും ആ കുട്ടി തയ്യാറായില്ല. പിന്നീട് യാതൊരു വിധത്തിലും എന്റെ മെസ്സേജസിന് റെസ്പോണ്ട് ചെയ്യുകയോ എന്റെ കോൾസ് അറ്റൻഡ് ചെയ്യുകയോ ആ കുട്ടി ചെയ്തിട്ടില്ല. യാതൊരു നിവൃത്തിയുമില്ലാതെ എന്റെ കുടുംബജീവിതം ഒരു മോശമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് വന്നപ്പോഴാണ് നമ്മുടെ ഇവിടെ ഹിൽ പാലസ് വനിതാ സെല്ലിൽ ഞാൻ ജനുവരി ഒരു മധ്യത്തോടു കൂടിയിട്ടാണ് എന്നാണ് എന്റെ ഓർമ്മ, അന്ന് ഞാൻ അവിടെ കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്നത്. അതിൽ ഈ പറയുന്ന മതമോ വർഗീയതയോ ക്ഷേത്രത്തിന്റെ സ്പോൺസർഷിപ്പോ ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ഒരു വിഷയം മാത്രമേ, അൻസിബയുടെ പേരിൽ ഒരു FIR ഇടണമെന്നോ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നോ പോലും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എന്റെ ആവശ്യം എന്റെ ഹസ്ബൻഡിന്റെ മുന്നിൽ നിന്നിട്ട് ഈ മെസ്സേജ് എന്തുകൊണ്ട് അയച്ചു എന്ന് അൻസിബ ഒന്ന് പറയണം എന്ന് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ കുട്ടി ആരൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടും വരാൻ കൂട്ടാക്കാത്തതിനെ തുടർന്നിട്ടാണ് ഞാൻ ഈ ഹിൽ പാലസ് വനിതാ സെല്ലിൽ കൊണ്ടുവന്ന് അൻസിബയ്ക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തത്. ആ കംപ്ലൈന്റിൽ ഈ ഒരു 2 വരി മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇതിനെ തെറ്റിദ്ധരിച്ച അൻസിബയാണ് ഞങ്ങളുടെ സ്പോൺസർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അൻസിബ മാത്രമല്ല, ക്ഷേത്രത്തിലെ സ്പോൺസർഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ ഏക വ്യക്തി അൻസിബ മാത്രമാണ് എന്നാണ് അൻസിബ വിചാരിക്കുന്നത്. അങ്ങനെയല്ല, ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ നിരവധി പേരുണ്ട്. അൻസിബ മാത്രം പറഞ്ഞെങ്കിലല്ലേ അൻസിബയ്ക്കെതിരെ അതൊരു അലിഗേഷൻ ആയിട്ട് വരുള്ളൂ. ഒരാൾക്ക് ഇത് ചെയ്യേണ്ട എന്നൊരു എതിരഭിപ്രായം പറയുമ്പോൾ അതെങ്ങനെയാണ് ഒരു അലിഗേഷൻ ആയിട്ട് മാറുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അൻസിബയാണ് ഇത്. ഞാൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയോ മറ്റൊരു മനുഷ്യരെയോ അറിയിച്ചിരുന്നില്ല. ചെവി അറിയാണ്ട് വളരെ ഗോപ്യമായിട്ട് ഈ സ്റ്റേഷനിൽ പോയി ഞാൻ പരാതി കൊടുക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അൻസിബയെ പല ആവർത്തി വിളിച്ചു കഴിഞ്ഞപ്പോൾ അൻസിബയാണ് ഇതിന് മത തീവ്രവാദം ആരോപിച്ചുകൊണ്ടും അൻസിബയെ ജിഹാദി എന്ന് ആരോ പരാമർശിച്ചു, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കേസ് ഞാൻ
ഞാൻ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഗ്രൂപ്പിലേക്ക് പിന്നെ ജനുവരി 24-ാം തീയതിയാണ് അൻസിബ ലോങ് മെസ്സേജ് ഇടുന്നത്. ആ സമയത്ത് ഞാൻ അൻസിബയോട് പറഞ്ഞു, മോളെ ഇതൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മാറ്റേഴ്സ് ആണ്, ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ തൊട്ട് കളിക്കാനായിട്ട് പാടില്ല, സമൂഹത്തിൽ വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്, മോളെ ഈ ഒരു മാറ്റർ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ, നീ അതിന് വന്നിട്ട് പ്രതികരിക്കുക, വേറെ യാതൊരു കാര്യങ്ങളും ഇതിനകത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മുതിർന്നവർ ഇടപെടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് എന്റെ കുടുംബ വിഷയമാണ്, ഈ കുടുംബ വിഷയത്തിൽ കാരണക്കാരി എന്ന് പറയുന്നത് അൻസിബയാണ്. ഈ അൻസിബയെ ഞാനും മാത്രമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ യാതൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും അറിയാനോ, ഇത് ഇപ്പൊ പോലും എനിക്ക് വളരെയധികം ലജ്ജയുണ്ട്. ഈ ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ വന്നിരുന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് വളരെയധികം ലജ്ജയുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ആ വിഷമത്തിൽ ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യരും ഇതിൽ ഇടപെടേണ്ട, ഇത് അവിടെ വന്നിട്ടൊന്ന് പരിഹരിച്ചാൽ മാത്രം മതി എന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തത്. അല്ലാതെ തീവ്രവാദമെന്നോ ജിഹാദെന്നോ മറ്റ് ഈ ക്ഷേത്രത്തിന്റെ സ്പോൺസർഷിപ്പ് സ്വീകരിച്ചതിനെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളോ യാതൊരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ടിനി ടോം എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഞങ്ങൾക്കൊക്കെ മുൻപേ എന്താ പറയുക, ഉത്സവ പറമ്പിലും അമ്പലപ്പറമ്പിലും ഒക്കെ വളരെയധികം പ്രോഗ്രാംസിലൂടെ അദ്ദേഹം വന്ന് TV ഷോസ് ചെയ്ത്, എനിക്ക് തോന്നുന്നു എന്റെ നായകനായിട്ടാന്ന് തോന്നുന്നു അദ്ദേഹം ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നതല്ല, നായകനാവുന്നത് എന്റെ നായകനായിട്ട് പേരിനൊരു മകൻ എന്ന പടത്തിലാണെന്ന് തോന്നുന്നു. അതിനു മുമ്പ് ഏഷ്യനെറ്റിന്റെ TV ഷോസിലൂടെ ഒക്കെ ഞങ്ങൾക്ക് പരിചയമുള്ള വ്യക്തിയാണ് ടിനി ചേട്ടൻ. ടിനി ടോം എന്ന് പറയുന്ന വ്യക്തിയെ നേരിട്ട് അറിയുന്ന എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം നടത്തുകയോ ഇങ്ങനെ ഇടപെടുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. സ്ത്രീകളെ ഏറ്റവും അധികം ബഹുമാനിക്കുകയും ഏറ്റവും സന്തോഷത്തില് രസത്തില് തോളിൽ കൈയിട്ട് ചേർന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന, ഏത് പാതിരാത്രി നമുക്ക് അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ അദ്ദേഹത്തിനെതിരെ ഇത്തരം പരാതികൾക്കെല്ലാം ഉറവിടം എന്ന് പറയുന്നത് ഞങ്ങളുടെ സെക്രട്ടറിയും ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കഥകളുടെയും പിന്നിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിന്റെ എല്ലാം പിന്നിൽ നീന കുറുപ്പ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ വ്യക്തിയാണ്. അല്ലെ? നീന കുറുപ്പ് പറയുന്നത്, ജിഹാദി എന്ന് നീന കുറുപ്പ് പറയുന്നത് അൻസിബ ഹസൻ കേട്ടു എന്നാണ് അൻസിബ ഹസൻ പറഞ്ഞിരിക്കുന്നത്. അൻസിബ ഹസനോട് ടിനി ടോം പറയുന്നത് അൻസിബ ഹസൻ കേട്ടിട്ടില്ല, ഈ നീന കുറുപ്പ് പറഞ്ഞത് കേട്ടു എന്നാണ് പറയുന്നത്. ഇനി അൻസിബെ പറ്റി ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞുതരാം. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്റ്റാർട്ട് ചെയ്ത ദിവസം ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു കമ്മിറ്റി മെമ്പർ, ആ കമ്മിറ്റി മെമ്പറും മറ്റൊരു മെമ്പർ, അതായത് ഇപ്പൊ പുതിയതായിട്ട് ഞങ്ങളുടെ പിന്നെ ഭരണസമിതിയിലേക്ക് വന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ചേർന്ന് വേറൊരു കമ്മിറ്റിയിൽ ഇല്ലാത്ത മറ്റൊരു ഞങ്ങളുടെ പിന്നെ ഒരു അംഗത്തിന്റെ അടുത്ത് ഈ കുട്ടിയെ പറ്റി അവിഹിത കഥകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഡേ 1, അതായത് ഫസ്റ്റ് ഈസി അൻസിബ ഹസൻ സ്തംഭിപ്പിച്ചിട്ടുണ്ട്. അവിടെ അൻസിബ ഹസൻ ഇത് സ്തംഭിപ്പിക്കുന്നത് ഈ കുട്ടിയെ പറ്റിയിട്ട് വേറൊരാളോട് ഞങ്ങളുടെ കമ്മിറ്റിയിലുള്ള 2 പേര് അവിഹിത കഥകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ അൻസിബ ഇത് വളരെ യൂഷ്വൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ അവിഹിതം എന്ന് പറയുന്ന ഒരു വാക്ക്. അപ്പൊ ഞങ്ങൾ ചോദിക്കുകയാണ്, മോള് കേട്ടോ? അതില്ല, ഇന്നാള് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ പ്രസിഡന്റ് എന്ത് ചെയ്തു, പിറ്റേ ആഴ്ചത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് ഈ പറഞ്ഞ ആളിനെ കൊണ്ടുവന്നു. ആ ആള് പറഞ്ഞു, എന്നോട് ഈ 2 പേരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഫസ്റ്റ് ഡേ ഉണ്ടായ കാര്യമാണ്. അന്ന് അൻസിബ ഹസൻ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോ ഞാനും അൻസിബ ഹസന്റെ കൂടെ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം അൻസിബ ഹസന്റെ കാര്യം എന്ന് വെച്ചാൽ ജോയിന്റ് സെക്രട്ടറി അറിഞ്ഞിട്ടില്ല ഇന്ന് എവിടുന്നാണ് ഈ കമ്മിറ്റി ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് പിന്നെ സ്പോൺസേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ സ്പോൺസർമാരാണോ ഞങ്ങൾക്ക് ഈ ഫുഡ് കൊണ്ടുവന്നിരിക്കുന്നത്, ഇല്ലെങ്കിൽ ഇത് അമ്മ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതാണോ എന്ന് പിന്നെ ജോയിന്റ് സെക്രട്ടറി ആയ അൻസിബ ഹസൻ അറിയണം എന്ന് വാശി പിടിച്ചിട്ട് അൻസിബ ഹസൻ ഫുഡ് കഴിക്കാതെ ഭയങ്കര വയലന്റ് ആയിട്ട് കരഞ്ഞ് ബാത്റൂമിന്റെ സൈഡിൽ പോയിരുന്നു അവിടെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. അന്ന് അൻസിബ ഹസനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോ ഇത് ഈ പുറത്തിറങ്ങിയിട്ട് അൻസിബ ഹസൻ പറയുന്നത് വേറെ 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 രീതിയിലുള്ള കഥകളാണ്. ഇതൊന്നും അവിടെ നടന്നിട്ടേ ഉള്ള കാര്യങ്ങളല്ല. പിന്നെ ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരാള് എന്ന് പറയുന്നത് ഞങ്ങളുടെ സെക്രട്ടറി, പറയുന്നതിൽ തുറന്നു പറയുന്നതിൽ വളരെയധികം എനിക്ക് വിഷമമുണ്ട്. ഞങ്ങളുടെ സെക്രട്ടറി നീന കുറുപ്പ് തുടങ്ങിയ കുറച്ച് പേരാണ് ഈ എന്താ പറയാ ഈ ഗൂഢാലോചന എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ എതിരെയാണ് നടക്കുന്നത്. ഇവര് 2-3 പേര് ഗ്രൂപ്പായിട്ടും ബാക്കിയുള്ളവരൊക്കെ ഇൻഡിവിജ്വൽസും ആയിട്ടാണ് കമ്മിറ്റിയിൽ നിലകൊള്ളുന്നത്.
അപ്പോ ഈ സെക്രട്ടറി അൻസിബ ഹസനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, അതായത് മലയാളത്തിലെ ഒരു മഹാനടനെയും അൻസിബ ഹസൻ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയും ചേർത്ത് അവിഹിത കഥകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ദേ ഞങ്ങളുടെ എല്ലാ ഫോണിലുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഞങ്ങൾക്ക് തന്ന പരാതിയിൽ അത് കിടപ്പുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അൻസിബ ഹസൻ ഒരിടത്തും പരാമർശിക്കാത്തത്? എന്തുകൊണ്ടാണ്? എന്ത് അവിഹിത കഥകളാണ് അൻസിബ ഹസനെ കുറിച്ച് ബാക്കിയുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്നെ ഞങ്ങളുടെ ഓഫീസ് എന്ന് പറയുന്ന ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ ആണ്. ഇത് കേരള സമൂഹം ഉറ്റുനോക്കുന്നത് എന്ന് വെച്ചാൽ വളരെ മഹാന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഞങ്ങളുടെ കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ടിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോ എന്താ പറയാ, ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ കാട്ടിലും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ പോലെ ഇല്ലെങ്കിൽ രാജ്യത്തിന്റെ രാഷ്ട്രപതിയെ പോലെയുള്ള അത്രയും മീഡിയ അറ്റൻഷൻ ഉള്ള ആൾക്കാരുള്ളത് കൊണ്ടായിരിക്കും ഞങ്ങളുടെ സംഘടനയ്ക്ക് ഇത്രയധികം മീഡിയ അറ്റൻഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത് അമ്മ എന്ന് പറയുന്നത് യാതൊരു വിധത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി അധികാരങ്ങളും ഉള്ള ഒരു സംഘടനയല്ല. ഇത് സിനിമയിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട്, അതായത് നടീനടന്മാരുടെ വെൽഫെയറിന് വേണ്ടി മാത്രം ഉള്ള ഒരു സംഘടനയാണ്. പക്ഷെ ആ സംഘടനയുടെ വാർത്തകൾ ജനം ഉറ്റുനോക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇത്തരം ആൾക്കാർ ഞങ്ങളുടെ അംഗങ്ങളായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ അവിടെ ഞങ്ങള് മറ്റ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അറിയാതെ പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അപ്പോ ഏറ്റവും ആദ്യം ഈ ഇവര് ചെയ്യുന്ന മോശമായിട്ടുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന വ്യക്തികളെ ടാർഗറ്റ് ചെയ്ത് ഒതുക്കുക എന്ന് പറയുന്ന ഒരു നടപടിയാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസം ഈ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അതായത് എനിക്ക് തോന്നുന്നു മെയ് 16-ാം തീയതിയോ 14-ാം തീയതി മറ്റായിരുന്നു ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അതിനുശേഷം ഒരു മാസത്തേക്ക് എനിക്ക് വിലക്കാണ്. അത് നിങ്ങൾ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? എനിക്ക് അമ്മയുടെ ഓഫീസിലേക്ക് ഇപ്പൊ ഹൈ കെയർ ഇതൊക്കെ നടക്കുകയാണ് ഞങ്ങളുടെ ഓഫീസിൽ. എനിക്ക് പോകാനായിട്ട് നിവൃത്തിയില്ല. കാരണം ഒരു മാസത്തേക്ക് നീന കുറുപ്പിനെ പ്ലീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കുക്കു പരമേശ്വരൻ എനിക്ക് വിലക്ക് തന്നിരിക്കുന്നതാണ്. മനസ്സിലായില്ലേ? ഇതൊന്നും ഞങ്ങൾ മീഡിയയുടെ മുന്നിൽ ഞങ്ങൾ സ്പോക്ക് പേഴ്സൺസ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ അനുവാദമില്ലാത്തതുകൊണ്ട് സംസാരിച്ചുകൂടാ. പക്ഷേ നമ്മളെ വ്യക്തിപരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാകുമ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോ ഞങ്ങളുടെ ഒരു അധോലോക പ്രസ്ഥാനം പോലെയാണ് ഞങ്ങളുടെ ഓഫീസിനെ സെക്രട്ടറിയും പരിവാരങ്ങളും കൂടെ ചേർന്ന് ആക്കിയിരിക്കുന്നത്. 21 ക്യാമറകളാണ് വിത്ത് ഓഡിയോ റെക്കോർഡിംഗ്. നിങ്ങളൊക്കെ ഓരോ പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ? നിങ്ങളുടെയൊക്കെ ഓഫീസുകളിൽ ഇങ്ങനെയാണോ? ഞങ്ങൾക്ക് അവിടെ പോയാൽ അംഗങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ഞങ്ങൾ പറയുന്നത് ഈ സെക്രട്ടറിയും എന്താ പറയാ അതുപോലെയുള്ള ആൾക്കാർ പല ഭാഗങ്ങളിൽ ഇരുന്ന് കാണുകയാണ്. പ്രസിഡന്റ് ആക്സസ് വാങ്ങിച്ചിട്ടില്ല, പ്രസിഡന്റിനെ അറിയിക്കുന്നില്ല, ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയിക്കുന്നില്ല. പിന്നെ ഫസ്റ്റ് എനിക്കെതിരെ ഇവർക്ക് പ്രശ്നം വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ കുക്കു പരമേശ്വരൻ എന്ന ഞങ്ങളുടെ ഇപ്പോഴത്തെ സെക്രട്ടറി മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മെമ്മറി കാർഡ് എന്ന് പറയുന്നത് ഇലക്ഷൻ സ്റ്റണ്ടാണ്, അത്തരത്തിലൊരു കാര്യം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. അതേ ആൾക്കാർ തന്നെ ഈ മെമ്മറി കാർഡ് KPSC ലളിത ചേച്ചിയുടെ കയ്യിലാണെന്നും അത് മരിച്ചുപോയത് കൊണ്ട് ലളിതാമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ തരമില്ല എന്ന രീതിയിൽ മെമ്മറി കാർഡിന് കമ്മീഷനെ വെച്ചിട്ട് അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോ ഈ അന്വേഷണ കമ്മീഷൻ ഉണ്ടാവാനായിട്ട് കാരണക്കാരി ഞാനാണ്. കാരണം ഞാൻ അന്ന് ഈ സംഭവം ഉണ്ട് എന്ന് എനിക്ക് 100% അറിയാം. ഇത് ബാബുരാജിനെയോ അല്ലെങ്കിൽ മറ്റൊരാളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇലക്ഷൻ സ്റ്റണ്ട് അല്ല എന്ന് 100% എനിക്കറിയാം. കാരണം അന്ന് ആ പരിപാടിയിൽ പങ്കെടുത്ത വ്യക്തി ഞാനാണ്. അതുകൊണ്ട് ഫസ്റ്റ് കമ്മിറ്റിയിൽ EC-യിൽ തന്നെ ഞാൻ പറഞ്ഞു, ഈ മെമ്മറി കാർഡ് ഇഷ്യൂ എന്ന് പറയുന്നത് ശ്രീമതി കുക്കു പരമേശ്വരൻ പറയുന്നത് പോലെ ഒരു ഇലക്ഷൻ സ്റ്റണ്ട് അല്ല, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അത് കണ്ടുപിടിക്കണം, അതിനായിട്ട് മെമ്മറി കാർഡ് കമ്മീഷനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ വ്യക്തി ഞാനായതുകൊണ്ട് അന്ന് തൊട്ട് ഞാൻ ടാർഗറ്റഡ് ആണ്. എന്റെ പേരിൽ ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. ഞാനൊരു വളരെ പ്രശ്നക്കാരിയും വളരെ മോശക്കാരിയായിരുന്നു. എന്തുകൊണ്ടോ എനിക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് ഒരു വരുത്തി തീർത്ത നല്ല കുട്ടി ഇമേജിലൊന്നും ഇരിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ മുഖത്ത് നോക്കി എന്നും ഇനിയും പറയുന്ന ഒരു വ്യക്തി തന്നെയാണ്. എനിക്ക് പറയാനുള്ളത് പറയുകയും എഴുതാനുള്ളത് വളരെ സധൈര്യം എഴുതുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ പക്ഷെ എനിക്ക് ഇത്രയും നാൾ സംസാരിക്കാൻ പറ്റുന്ന വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും മാധ്യമ വിലക്കായിരുന്നു, അതുകൊണ്ട് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് സംസാരിച്ചില്ല. പക്ഷെ ഇന്നത്തത് ഞാൻ പ്രത്യേക സ്പെഷ്യൽ റിക്വസ്റ്റ് എടുത്തിട്ടാണ്. കാരണം ഈ പോക്ക് അത്ര നല്ലതല്ല. പിന്നെ ഇവർ ആദ്യത്തെ കമ്മിറ്റിയിൽ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ കമ്മിറ്റി ആകുമ്പോഴത്തേനും ഞങ്ങൾ ആരും അറിയാണ്ട് 18 മൊബൈൽ ഫോൺസ് വാങ്ങിച്ചിരുന്നു കമ്മിറ്റി അംഗങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾക്കൊരു സാധനം തരുന്നു എങ്കിൽ അത് ഞങ്ങൾ അറിയണ്ടേ, ഇത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണോ എന്ന്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒരു മൊബൈൽ ഫോണിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിൽ ആ ഫോൺ മേടിക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ ഓരോരുത്തരും. അപ്പൊ ഈ മൊബൈൽ ഫോൺ വാങ്ങിച്ചത് തെറ്റ് എന്ന് ഞങ്ങൾ എല്ലാവരും ഉയർന്നു നിന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ടിനി ടോമിനെതിരെ ആരോപണം വന്നിരിക്കുന്നത്.
ഈ ലക്ഷ്മിപ്രിയ, ടിനി ടോം, അങ്ങനെ ഇനി അടുത്ത ടാർഗറ്റ് ആരാണ് എന്നാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നവരെല്ലാരും മോശക്കാരായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഉണ്ണി ശിവപാല് പോലും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബലിയാടാക്കപ്പെട്ടത് തന്നെയാണ്. ഉണ്ണി ശിവപാലിനെ നമ്മൾ പുറത്താക്കുകയോ നീക്കി നിർത്തുകയോ അദ്ദേഹത്തിന്റെ അഭിപ്രായം അറിയാതിരിക്കുകയോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം പറയട്ടെ. ഒരു മാസത്തേക്ക് ജനറൽ ബോഡി വരെ അദ്ദേഹം വരണ്ട എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ കഴിഞ്ഞ ദിവസത്തെ വാർത്തകളിലൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ടിനി ടോം പിന്നെ നീന കുറുപ്പിനെ ഭയങ്കരമായിട്ട് തെറി പറഞ്ഞു, അസഭ്യം പറഞ്ഞു, പിടിച്ചു മാറ്റി എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യത്തിന് രാത്രി 12 മണിക്ക് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തില് ഹിസ്റ്റീരിയ ബാധിച്ച ഒരു സ്ത്രീയെ പോലെ ഉറഞ്ഞു തുള്ളിയത് നീന കുറുപ്പാണ്. നീന കുറുപ്പ് തെറി പറയുന്നതാണ്. എന്റെ ഒരു വോയിസ് ലീക്കായിട്ട് നിങ്ങൾ എല്ലാരും കേട്ടിട്ടുണ്ടാവും. ആ വോയിസിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇന്നലെ കാ പൂ മാ ചാ എന്നുള്ള വാക്കുകളൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് ഞാൻ പറയുന്നുണ്ട്. അത് പറഞ്ഞത് ടിനി ടോം അല്ല, അത് നീന കുറുപ്പാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയാം. ഈ നീന കുറുപ്പിനെ കെട്ടിപ്പിടിച്ച് ചേച്ചി പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് പിടിച്ചു വെച്ച വ്യക്തി ഞാനാണ്. ഇതേ നീന കുറുപ്പ് തന്നെ, എനിക്ക് കിട്ടിയ ഒരു വിവരം എന്ന് പറഞ്ഞാൽ ഇതേ നീന കുറുപ്പ് തന്നെ പിന്നെ ഞങ്ങൾ ഈ ഒരു പ്രശ്നത്തിന് ശേഷം ഞാനും സിജോയ് വർഗീസും എല്ലാം സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം സിജോയ് വർഗീസിനെ എന്നെയും വളരെ മോശമായിട്ട് പിന്നെ നീന കുറുപ്പ് തെറി കൂട്ടി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് കേട്ട ആളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമോ? ഇപ്പൊ അൻസിബ ചാനലുകളിൽ പറയുന്ന പോലെ അവര് ഞങ്ങളോട് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാത്തൊരു കാര്യത്തിന് നമുക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റുമോ? പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഈ കുടുംബ സംഗമത്തിന് ഈ തലേദിവസം ഞങ്ങളെ വളരെ ഈ സ്ത്രീ കാരണം ഈ ഷോ മുടങ്ങിപ്പോകുന്ന തന്നെ ഞങ്ങൾക്ക് ഭയം ഉണ്ടായിരുന്നു. അതിനുശേഷം വളരെ പ്രഷർ ചെയ്ത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് രാത്രി 2 മണിക്കോ 3 മണിക്കോ ഒക്കെയാണ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഉറങ്ങുന്നത്. പിറ്റേ ദിവസം ഇവര് മൂലം ഒരു പ്രശ്നം ഉണ്ടായി എന്ന വിചാരത്തിലാണ് ഞങ്ങൾ 17 പേര് മാത്രം അടങ്ങുന്ന വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഞാൻ ആ ഓഡിയോ സന്ദേശം അയക്കുന്നത്. ഇതിനെക്കാട്ടിലും മോശമായിട്ടുള്ള പല മെസ്സേജസും പല കാര്യങ്ങളും ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ആരും ഇതുവരെ ഇതൊന്നും ലീക്ക് ചെയ്തിട്ടില്ല. അപ്പൊ സെക്രട്ടറി അയച്ച അതിന്റെ മറുപടി പോലും ഞാൻ ഇതുവരെ എന്റെ ഫോണിൽ ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്ത് കേട്ടിട്ടില്ല. പിറ്റേ ദിവസം മുതൽ എന്റെ മെസ്സേജ് ഞങ്ങളുടെ അംഗങ്ങൾക്കിടയിൽ വ്യാപകമായിട്ട് പ്രചരിക്കാനായിട്ട് തുടങ്ങി. ഈ മെസ്സേജ് പ്രചരിച്ച് പോയി പോട്ടെ, പോകുന്ന പോലെ പോട്ടെ, ഞാൻ പറഞ്ഞതല്ലേ എന്ന് ഞാനും സമാധാനിച്ചിരുന്നു. അതിനുശേഷമാണ് ഇവിടുത്തെ പിന്നെ ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി വിത്ത് സെക്രട്ടറിയുടെ വോയിസ്. അതിനും ശേഷമാണ് 9 ദിവസത്തിന് ശേഷമാണ് സെക്രട്ടറി ഒരു ഓൺലൈൻ മീറ്റിംഗ് വെക്കുന്നത്. ആ ഓൺലൈൻ മീറ്റിംഗിൽ ഇതിന്റെ പിന്നിൽ നടന്ന കാര്യം എന്താണെങ്കിലും, ഞാനത് പറയാനുണ്ടായ സാഹചര്യം എങ്ങനെയാണെങ്കിലും ഒരു മുതിർന്ന വ്യക്തിയോട് ഞാനത് പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് 2 തവണ ഞാൻ ആ മീറ്റിംഗിൽ സോറി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സെക്രട്ടറിക്ക് ഔദ്യോഗികമായിട്ട് അയച്ച കത്തിലും ഞാൻ അവർക്ക് സോറി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വെച്ച എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗിൽ ഡയറക്റ്റ് ആയിട്ട് ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഇവർക്ക് ആവശ്യം ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡിസിപ്ലിനറി കമ്മിറ്റി ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെ ആവശ്യം. പ്രസിഡന്റ് പറയുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല, ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വേറൊരു വ്യക്തിയെ സ്റ്റേജിലേക്ക് വിട്ടില്ല എന്നതാണല്ലോ പറയുന്നത്. നമുക്ക് അടുത്ത മീറ്റിംഗിൽ നമുക്ക് ആ കുട്ടിയെയും കൂടി കൊണ്ടുവരാം, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് ചോദിച്ചറിയാം എന്ന് പറയുമ്പോൾ ഇവരതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുകയും ഇവര് ഒരു പിന്നെ എൻക്വയറി ഡിസിപ്ലിനറി കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുപോവുകയും ചെയ്തു. അമ്മയുടെ 95,000 രൂപയാണ് 3 ദിവസത്തെ വിസിറ്റിംഗിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ പാവപ്പെട്ട മരുന്ന് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്ത, ചികിത്സിക്കാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൈനീട്ടി മമ്മൂക്കയും ലാലേട്ടനെയും സുരേഷേട്ടനെയും ഒക്കെ കാണിച്ച് ഞങ്ങൾ പെട്ടിയിൽ സ്വരുക്കൂട്ടി വെക്കുന്ന പൈസയാണ് ഇതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 3 മീറ്റിംഗിലും ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, എനിക്ക് കത്തയച്ചപ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട് ഇന്ന ദിവസം വരെ ഞാൻ ഫ്രീ അല്ല. ഞാൻ ഫ്രീ അല്ലാത്ത ദിവസം ഇവര് കമ്മിറ്റി വെച്ചിട്ട് ഇവരെന്തിനാണ് ഞങ്ങളുടെ അമ്മയ്ക്ക് ബാധ്യത ഉണ്ടാക്കി വെക്കുന്നത്? എന്നിട്ട് എന്തായി? അതിൽ ചെയർമാനായിട്ട് വെച്ച വ്യക്തി തന്നെ ഏറ്റവും വലിയ അലിഗേഷൻ വന്നിട്ട് ഇപ്പൊ അദ്ദേഹം മാറി നിൽക്കേണ്ട അവസ്ഥയും ഉണ്ടായി. പല വിവരങ്ങളും സെക്രട്ടറി സമയാസമയങ്ങളിൽ ഞങ്ങളെ അറിയിക്കുന്നില്ല. ഇനി അൻസിബ ഹസന്റെ രാജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അൻസിബ ഹസന്റെ ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഈ നീന കുറുപ്പിന് എനിക്കെതിരെ നീന കുറുപ്പ് പരാതി തന്നു. ഇങ്ങനെ ഈ പരാതി ഉണ്ട് എങ്കിൽ എന്തുകൊണ്ട് നീന കുറുപ്പ് ഈ മെയ് 12-ാം തീയതിയാണ് ടിനി ടോമിനെതിരെ പരാതി തന്നിരിക്കുന്നത്? എന്തുകൊണ്ട് ഇതിനു മുമ്പ് പരാതിപ്പെട്ടിട്ടില്ല? എന്നെ കുറിച്ച് പരാതിപ്പെട്ടുവെങ്കിൽ ടിനി ടോമിനെതിരെ ഇവർക്ക് പരാതിപ്പെടാമായിരുന്നല്ലോ. ഇവർ പരാതിപ്പെട്ടിട്ടില്ല. ഇവര് പിന്നെ 100-150 ആൾക്കാർ അന്ന് ആ രാത്രിയിൽ അവിടെ ഉണ്ട്. 50 പേര് ടിനി ടോമിന്റെ സംഘത്തിൽ ചേർന്നാലും 100 പേര് നീന കുറുപ്പ് ഒരു സ്ത്രീയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു, ഒരു സ്ത്രീയെ തെറി പറയുന്നു. അപ്പോ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുവോ? നിങ്ങളാണെങ്കിൽ വെറുതെ മിണ്ടാതെ കേട്ടോണ്ടിരിക്കുവോ? ഒരു സ്ത്രീയെ ഇങ്ങനെയൊക്കെ പറയുമ്പോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുവോ? 100 പേര് അവരുടെ ഒരു സ്ത്രീയുടെ പക്ഷം ചേരില്ലേ?
ഒരു സ്ത്രീക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് 100 പേര് അവരെ ചേർത്ത് പിടിക്കില്ലേ? ഞങ്ങൾ 50 പേര് ടിനി ടോമിന്റെ കൂടെ നിൽക്കട്ടെ, ബാക്കി 100 പേരില്ലേ? അത് അവര് ചെയ്തിട്ടില്ല. പിന്നെ GST അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേപ്പർ വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ആഴ്ചയിലും ഒരിക്കല് ഈ കുക്കു പരമേശ്വരൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ സെക്രട്ടറി നീന കുറുപ്പ്, മറ്റൊരു എക്സിക്യൂട്ടീവ് അംഗമായ നീന കുറുപ്പിനെയും വിളിച്ചുകൊണ്ട് ഇവര് സെക്രട്ടേറിയറ്റിൽ പോകുന്നുണ്ടല്ലോ. ഇവരെന്ത് കാര്യത്തിനാ ഞങ്ങൾ ആരും അറിയാണ്ട് ഈ സെക്രട്ടേറിയറ്റിൽ പോകുന്നു? അതിന്റെ ചാർജ് ആരാണ് വഹിക്കുക? അതിന്റെ ട്രാവൽ എക്സ്പെൻസും കാര്യങ്ങളും ആരാണ് വഹിക്കുക? ഇതുവരെ ഒരു കണക്കുകളും ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. ഒരു കണക്കുകൾ ചോദിച്ചാൽ പറയും താഴെ പോയിട്ട് നോക്കൂ എന്ന് പറയും. ഓരോ ECയിലും ഞങ്ങൾ കണക്കുകൾ ആവശ്യപ്പെടാറുണ്ട്, ഇവർ കണക്കുകൾ ഹാജരാക്കാറില്ല. ഇവരുടെ ട്രാവൽ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളും ചോദിക്കാറുണ്ട്, ചെയ്യാറില്ല. ഞങ്ങളുടെ പ്രസിഡന്റും ഈ പറയുന്ന പിന്നെ ടിനി ടോം, സിജോയ്, കൈലാഷ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ നിരവധി ഞങ്ങളുടെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് നിരവധി അനവധി പദ്ധതികളും അതിനുള്ള സ്പോൺസർഷിപ്പ് ആൾക്കാരെയും കൊണ്ടുവരാറുണ്ട്. ഈ സെക്രട്ടറി അതിനൊന്നും അനുവദിക്കാറില്ല. ഇപ്പൊ ഈ ഇന്നലെയും ഇന്നുമായിട്ട് നടക്കുന്ന ക്യാമ്പയിനിങ് പോലും ജനുവരിയിൽ ഞങ്ങൾക്ക് വന്ന ഓഫറാണ്. ആ ജനുവരിയിൽ വന്നിട്ട് ഇവരുടെ ഉപേക്ഷ കുറ്റം കൊണ്ട് ഈ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പിന്നെ ഞങ്ങളുടെ സെക്രട്ടറി പ്രസിഡന്റായ ശ്വേത ചേച്ചി വാശി പിടിച്ചിട്ടാണ് ഈ ഒരു കാര്യം ഇപ്പൊ നടത്താനായിട്ട് വില്ലിങ് ആയിരിക്കുന്നത്. അവിടെ ഒരു എന്താ പറയാ ഗൂഢസംഘമോ അധോലോക സംഘമോ ഒന്നും അല്ല നടക്കുന്നത്. അവിടെ സമാധാനപരമായിട്ട് ആർട്ടിസ്റ്റുകളാണ്, കലാകാരന്മാരാണ്, അവിടെ സന്തോഷമായിട്ട് പോകേണ്ട ഓഫീസാണ്. ആ ഓഫീസിലാണ് ബാത്റൂമിന്റെ വാതിക്കെ വരെ CCTV വിത്ത് സൗണ്ട് ട്രാക്കിംഗ് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ടതല്ലേ? ഇത് ചോദ്യം ചെയ്യുമ്പോഴാണ് ഞങ്ങളൊക്കെ മോശക്കാരാകുന്നത്. ടിനി ടോം മോശക്കാരിയാണ്, ലക്ഷ്മിപ്രിയ ഓൾറെഡി മോശക്കാരിയായി. പിന്നെ ഈ ഒരു എന്റെ ഈ വോയിസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 40 മിനിറ്റോളം പ്രസിഡന്റ് 2.5 മണിക്കൂറോളം ഞാനും പ്രസിഡന്റും കൂടി ഈ കാര്യം ചർച്ച ചെയ്യുകയും ഏകദേശം 40 മിനിറ്റോളം ശ്രീമതി നീന കുറുപ്പിനെ ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും അവരും കരഞ്ഞു, ഞാനും കരഞ്ഞു. തെറ്റ് പറ്റിപ്പോയി. എന്റെ ഭാഗത്തുനിന്ന് സംഭവിക്കാൻ പാടില്ലാത്ത, അങ്ങനെ പറയാൻ പാടില്ലാത്തത് എന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോയി. മനുഷ്യനല്ലേ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോ അങ്ങനെ ഉണ്ടായി, ഞാൻ പറഞ്ഞതാണ്, അത് ശരി തന്നെയാണ്. പക്ഷേ എന്നിട്ടും അവർ എനിക്കെതിരെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അടുത്ത ദിവസം വേറെ പരാതി കൊടുക്കുന്നതാണ് ഞാൻ കാണുന്നത്. എന്നിട്ടും ഡിസിപ്ലിനറി കമ്മിറ്റി ഇങ്ങനെ മുന്നോട്ട് പോയി. അതിപ്പതേ ഒന്നും അല്ലാത്ത അവസ്ഥയിലായി. എന്നിട്ടും കഴിഞ്ഞ